താങ്കളുടെ സ്ഥാപനം എങ്ങനെയാ പോകുന്നത് കാര്യം? നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഡൊണേഷൻ സ്വീകരിക്കില്ല, ഒരു പൈസയും വാങ്ങിയതില്ല, ഒരു പൈസയും വാങ്ങില്ല. പിന്നെ എങ്ങനെയാ ചെലവ് മീറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു കമ്മ്യൂൺ ഉണ്ട്, കമ്മ്യൂൺ എന്നാ പറയാ. അവിടെ ആണ് പെണ്ണ് എവിടെ വർക്ക് ചെയ്യുന്നത്? വൈറ്റിലേക്ക്. വൈറ്റിലെയാ? എത്ര പേരുണ്ട് ഇപ്പോ? ഇന്ന് നോക്കുകയാണെങ്കിൽ 12 പേര്. ആണ്, പെണ്ണ്, ട്രാൻസ്, സിംഗിൾ പേരന്റ്, ലിവിങ് ടുഗദർ, LGBT, സീനിയർ സിറ്റിസൺ, മാരീഡ്, ഡൈവോഴ്സ്ഡ്, ഡിസേബിൾഡ്, കുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് മനുഷ്യന്മാരുടെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചാണ് താമസിക്കുക. അവിടുത്തെ 4 കണ്ടീഷൻസാ പറയുന്നത്. ഒന്ന്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ള ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും ശീലമുള്ളവർക്ക് താമസ സൗകര്യം ഇല്ല. മയക്കുമരുന്ന്, ലഹരി, മയക്കുമരുന്ന്, പുകവലി, അത്തരം ശീലമുള്ളവർക്ക്, അത് ഉപയോഗിച്ചു തരാനല്ല, ആ ശീലമുള്ളവർ നമ്മളോട് എടുക്കില്ല. രണ്ടാമത്തെ കാര്യം, സ്വന്തം ചെലവെടുക്കണം. മൂന്നാമത്തെ കാര്യം, പാലിയേറ്റീവ് കെയർ ഇല്ല, നമുക്കുള്ള സംവിധാനമില്ല, സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ഇതിനു മുമ്പ് MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വഴി വന്ന ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഈ 12 നമ്പർ ലിമിറ്റ് ചെയ്യാൻ കാര്യം എന്തോ? ഇപ്പൊ 12 പേരേ ഉള്ളൂ. അല്ല, ഈ പ്രോഗ്രാം കഴിയുന്നതോടെ ചിലപ്പോൾ 12,000 ആൾക്കാരെ കിട്ടിയെന്ന് വരും. അല്ല, അത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഈ ഇവരൊക്കെ ചെയ്യുന്ന കാര്യം വലിയ പുണ്യപ്രവൃത്തിയാണ്. അതെ അതെ അതെ. എത്രയോ പേര് സ്വന്തം വീട്ടില് ഒറ്റയ്ക്കായി പോകുന്നവര്, സ്നേഹമില്ലാതായി പോകുന്നവര്, പല വീട്ടിലും സ്വത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മേനെയും പിന്നെ പട്ടിയുടെ വില പോലും, പട്ടിക്ക് വിലയില്ല എന്നല്ല ഞാൻ പറഞ്ഞു, വില പോലും കൽപ്പിക്കാത്ത ഇടത്ത് അവർക്ക് സ്നേഹത്തോടു കൂടി പലരും ആ സ്നേഹം കൊടുക്കുകയും ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യം വളരെ നല്ല കാര്യമാണ്. എനിക്കൊരു സ്റ്റെപ്പും കൂടി പറയാനുള്ളത്, നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ആണ്. നേരത്തെ ചോദിച്ചല്ലോ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങളുടെ അവിടെ പെയ്ഡ് സ്റ്റാഫ് ഇല്ല. എല്ലാവരും കൂടി ആദ്യം എഴുന്നേക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുക, അടുത്ത നേരത്ത് വേറെ ആളുണ്ടാക്കുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ നേരം, ആദ്യത്തെ നേരം മാത്രമല്ലോ, രാവിലെ മാത്രമല്ലോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, അടുത്ത നേരം അവരുണ്ടായിക്കോളും. ആരെയും നമ്മളിങ്ങനെ ഉപദ്രവിക്കാറില്ല. നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഉള്ളത് അവിടെ. ആക്ടിവിറ്റീസ് ഒന്ന്, യൂസ്ഡ് ക്ലോത്ത് ബാങ്കാണ്. നമ്മൾ ആൾക്കാർക്ക് ഓരോ തൊഴിൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കൊരു കുഞ്ഞ് വിയോജിപ്പുള്ളത്, ഈ സ്നേഹത്തോടെ കഴിയുന്ന സ്ഥലത്തും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇത് ഈ ഭക്ഷണം മാത്രം കൊടുക്കുന്നതായി മാറാതെ അവിടെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ നമ്മളൊക്കെ അമ്മമാരൊക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്യാനറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.